ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമുക്ക് വേറൊരു ഇൻട്രോ കണ്ടിട്ട് വന്നാലോ. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മുടെ വ്ളോഗ് മാസ് സീരീസിലെ ഡേ 5 ആയിരിക്കും ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ സാധാരണ നമ്മുടെ ഒരു യൂഷ്വൽ ബാക്ക്ഗ്രൗണ്ട് അല്ല, കുറച്ച് ഡിഫറെന്റ് ആണ്. സത്യത്തിൽ ഇതാണ് ഈ ഇവിടുത്തെ ഒരു അവസ്ഥ. അപ്പൊ ഇതിനെ ഞാൻ എങ്ങനെയാണ് ഈ ക്രിസ്മസിന്റെ ഒരു മൂഡിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നും, അല്ലെങ്കിൽ എന്റെ ബാക്ക്ഗ്രൗണ്ടിന്റെ ഒരു ട്രാൻസ്ഫോർമേഷന്റെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതും പിന്നെ ഞാൻ അന്നൊരു ദിവസം ഒരു ക്രിസ്മസ് ട്രീ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ നമ്മളുടെ റൂമിന്, നമ്മുടെ ഒരു സ്പേസിൽ നമ്മൾ അതിനെ ഡെക്കറേറ്റ് ചെയ്തിട്ടും വെച്ചിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് അങ്ങനെ 2 വീഡിയോസിന്റെ ഇത് കൂടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഫസ്റ്റ് എന്തായാലും ഞാൻ എൻ്റെ ഡെക്കറേഷൻ ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് ബാക്കിൽ വെക്കുന്നതിനെ കുറിച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് പറയാന്ന് വിചാരിച്ചു, എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത്. ഫസ്റ്റ് ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇതിനെന്തോന്നാ പറയാന്നില്ല, ഇങ്ങനത്തെ ഒരു ഐറ്റമാണ് ഫസ്റ്റ് കാണിക്കുന്നത്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഡേയ്സോന്നായിരുന്നു കേട്ടോ. എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ഡേയ്സോന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതാണ് ഒരു ഐറ്റം. ഇതാണ് ഈ ഒരു സൈഡിൽ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നത്. എന്തായാലും ബാക്കി ഐറ്റംസ് വെക്കുന്നതിനേക്കാളും മുൻപ് എന്തായാലും ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇത് കാണാൻ അത്ര ഒരു സുഖമില്ല. അപ്പൊ എന്തായാലും അത് മാറ്റിയിട്ട് ബാക്കി ഐറ്റംസ് വെക്കുന്നത് കാണിക്കാം. എൻ്റെ ഒരു ബെഡ്റൂമില് ഈ ഒരു കുഞ്ഞൊരു സ്പേസിലാണ് ഞാൻ എൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ എൻ്റെ ക്രിസ്മസ് വീഡിയോസ് എടുക്കുന്നത്. ഞാൻ താഴെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇവിടെയാണ് ഞാൻ ഇരുന്നിട്ടാണ് എടുക്കാറുള്ളത്. ഈ ഒരു സ്പേസിൽ അവിടെ ഞാൻ ഇരിക്കും. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ഒരു നെയ്ബർ തന്നതാണ്. അപ്പോൾ ആൾ ഇവിടെ നിന്ന് മാറിപ്പോണ കാരണം നമുക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ട് തന്നതാണ്. പക്ഷെ നമ്മൾ ഇതുവരെ അത് എടുത്തിട്ട് പോലും ഇല്ല. അതങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ റൂമിലത്തെ ഒരു അവസ്ഥ. ഫസ്റ്റ് തന്നെ എനിക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇത് മാറ്റണം. അപ്പോൾ അതിനെ ഫസ്റ്റ് കവർ ചെയ്യണം. അപ്പോൾ അത് കവർ ചെയ്തിട്ട് നമുക്ക് ആ ബാഗും കാര്യങ്ങളും അവിടെ നിന്ന് എടുത്ത് മാറ്റണം. നമ്മൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ റൂം ഇങ്ങനെയാണ് വെക്കാറുള്ളത്. ഒരു മദർ ബാഗ് അതിൻ്റെ മുകളിൽ എപ്പോഴും അത് അവിടെയാണ് അതിൻ്റെ സ്ഥലം. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് ആ ബോക്സിനെ ഒരു കവർ ചെയ്തിടണം. ഞാൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇടുന്നത് മോൻ്റെ നമ്മൾ ഓരോ മന്ത്സിൻ്റെ അങ്ങനെ മൈൽസ്റ്റോൺ ഇങ്ങനെ ഫോട്ടോസ് എടുത്ത് വയ്ക്കുമല്ലോ. അപ്പോൾ അങ്ങനെ എടുക്കാനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന അതിൻ്റെ ഒരു സൈഡാണെങ്കിൽ ഫുള്ള് പ്ലെയിൻ ആണ്. അപ്പോൾ വൈറ്റ് ആയിട്ടുള്ളതായതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ആ ഒരു ബോക്സ് കവർ ചെയ്യാനായിട്ട് അത് തന്നെ മതി. അപ്പോൾ അങ്ങനത്തെ ഇതാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അവിടെ നിന്ന് ബാഗും അവിടെ ഉണ്ടായിരുന്ന വേറൊരു ബുക്കൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതിൻ്റെ ആ ഒരു വൈറ്റ് മാത്രം പ്ലെയിൻ വൈറ്റ് കാണുന്ന സൈഡ് ഞാൻ ഇങ്ങനെ പുറത്തേക്ക് ഇടുന്ന പോലെ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ആ ഇത് കവർ ചെയ്തിട്ട് പിന്നെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഭംഗിയാക്കാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു സൈഡ് ഞാൻ വൈറ്റ് ഇതാക്കി മാറ്റി. ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നത് ഈ സൈഡിലത്തെ വെക്കുന്ന ഐറ്റം ഓൾറെഡി കാണിച്ചൊന്നുമില്ല. അപ്പോൾ ഇതിനെ എടുത്തിട്ട് നമുക്ക് ഈ സൈഡിൽ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് താഴെ നമ്മൾ നിരത്ത് വെക്കുകയാണെങ്കിൽ ഇത് അത്ര ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് അത്ര ഭംഗിയിൽ നമ്മുടെ ഈ സ്ക്രീനിലേക്ക് കാണില്ല. കുറച്ചൊരു ഹൈറ്റ് ഉള്ളൊരു ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു കുഞ്ഞൊരു ടേബിൾ ഉണ്ട്. ഇങ്ങനത്തെ ചെറിയൊരു ടേബിൾ ഉണ്ട്. അപ്പൊ അതിനെ എടുത്തിട്ട് ഞാൻ ഈ സൈഡിലിട്ടിട്ട് അതിന്റെ മേലെയാണ് ആ ഒരു പൂ വെക്കാറുള്ളത്. പൂവോ എന്തോ. ഓക്കെ, അപ്പൊ ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഇട്ടുമല്ലോ ഇവിടെ വെച്ചതിന് ശേഷം ഇനി ഞാൻ ഇതിനെടുത്തിട്ട് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സ്ക്രീനിലേക്ക് അങ്ങനെ കാണണം എന്നുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി മാറ്റി വെക്കും. ഇപ്പോൾ ഒരു സൈഡിന്റെ ഏകദേശം ഒരു പണിയായില്ല. അപ്പൊ അത് ഇതിന്റെ ഇവിടെ ഇപ്പൊ ഞാനിങ്ങനെ ഈ സൈഡല്ല അതിന്റെ സൈഡ് അങ്ങോട്ട് മാറ്റിയിടും. ഇതെന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും എന്താ പറയാ ബോട്ടിൽ എന്തെങ്കിലും വെക്കണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പെൻ സ്റ്റാൻഡ് അങ്ങനത്തെ ഒക്കെ വെക്കാനുള്ള പോലത്തെ ചെറിയൊരു ഇതാ. അപ്പൊ അതിനെ ആ സൈഡിലേക്ക് ഇടുകയാണെങ്കിൽ അങ്ങനത്തെ ഐറ്റം ഇല്ല, അങ്ങനത്തെ ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ എന്തായാലും അങ്ങനെ കാണിച്ചു തരാം. ഇപ്പൊ ശരിയല്ലോ. അപ്പൊ ഈ സൈഡിലേക്ക് വരുമ്പോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ സൈഡാണ് ഇടാറ്. അത് ഞാനിപ്പോ ഇവിടെ നിന്ന് നേരത്തെ ഇട്ടപ്പോ അത് കറക്റ്റ് ഞാൻ നോക്കിയില്ല, പെട്ടെന്ന് അത് അങ്ങനെ ഇട്ടപ്പോ അങ്ങനെ പോയതായിരുന്നു. ഇങ്ങനെയാണ് ഈ ഒരു സൈഡ്. ഇനി നമ്മുടെ ഇവിടുത്തെ കുറച്ച് ആൾക്കാരും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റായി. ഇതിന് വേണ്ടിയിട്ട് വേറെ ഞാൻ എടുക്കാറുള്ളതാണ്
നമ്മുടെ ഈ കുഞ്ഞ് സാന്റാക്ലോസ് ഒരാള്. പിന്നെ വെക്കാറുള്ളതാണ് നമ്മുടെ ഈ ഒരു സ്നോമാൻ. ഇതാണ് നെക്സ്റ്റ് സാന്റയുടെ തൊട്ടടുത്ത് വെക്കാറുള്ളത്. പിന്നെ വെക്കാറുള്ളത് ഒരു കുട്ടി, ഇതും ഒരു സ്നോമാൻ തന്നെയാണ്, ഒരു വേറെ സാധാരണ കുഞ്ഞി, ഇതൊന്നും കൂടി മറ്റേതിനേക്കാളും വേറെ ഒരു ടൈപ്പ്. പിന്നെ ലാസ്റ്റ് വെക്കുന്നതാണ് റെയിൻഡിയർ. ഈ റെയിൻഡിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈറ്റ് ഉള്ളതാണ്, പക്ഷെ നമ്മൾ ലൈറ്റ് വെക്കാറില്ല, ജസ്റ്റ് വെറുതെ ഇങ്ങനെ വെക്കാറുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിന്റെ ലൈറ്റ് ഇട്ടിട്ടും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതിന്റെ ഇവിടെ കണ്ടോ, ഇതാണ് ശരിക്കും അതിന്റെ ആ ഒരു ഇത്. പക്ഷെ നമ്മൾ ലൈറ്റ് വെക്കാറില്ല, ഞാൻ വെറുതെ ജസ്റ്റ് അത് അങ്ങനെ വെക്കാറുള്ളൂ. അപ്പൊ ഇതാണ് ഇനി ഇവിടെ. അപ്പൊ ഇനി ഈ ഒരു സൈഡും കൂടി നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയി കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ്. പിന്നെ നമ്മള് സ്ക്രീനിൽ എത്ര ഇത് കാണണം എന്നുള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ക്യാമറ അങ്ങനെ വെക്കണമെന്ന് മാത്രം. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ എന്റെ ഒരു ക്രിസ്മസ് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഇതൊക്കെ ഞാൻ ഈ എന്റെ രണ്ടാമത്തെ ആള് ഇവിടെ ഉണ്ട് എപ്പോഴും. അപ്പൊ അവള് എപ്പോഴാണ് വന്നത് എടുക്കാന്നൊക്കെ വിചാരിച്ച് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ലൈറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് പിടിച്ചു വലിക്കണമെങ്കിൽ നമുക്ക് എളുപ്പമല്ല. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തതിന്റെ ഒരു വീഡിയോ നമ്മളുടെ എങ്ങനെയാന്നുള്ളതിന്റെ ആ ഒരു ഇത് കണ്ടു. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ആ ട്രീനെ ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ മുന്നത്തെ ക്രിസ്മസ് കളക്ഷന് കാണിച്ചിട്ടുള്ള ആ ഒരു ട്രീ ഉണ്ടല്ലോ, അത് വെറുതെ സിമ്പിളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെന്തെങ്കിലുമൊക്കെ കുറച്ച് ബോളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനത് എവിടെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഡോറ് കടന്നിട്ട് ഒരു ചെറിയൊരു കോറിഡോർ പോലെ ഉണ്ടാവുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ ട്രീയിലിടുന്ന ബോളുകളുണ്ടല്ലോ, അപ്പോൾ അതിലത്തെ റെഡ് കളർ ബോൾ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. റെഡ് കളർ ബോൾ മാത്രം. പിന്നെ കുറച്ച് ചെറിയതാണല്ലോ, അപ്പോൾ വേറെയും കുറേ കളേഴ്സ് ഇട്ടിട്ട് അതാകെ കൂടി ഇങ്ങനെ ഇത് ചെയ്യാൻ മിക്സ് ചെയ്ത് ഇതാക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ കുഞ്ഞ് നമ്മുടെ റെഡ് കളറിലുള്ള ബോളുകൾ ആ ട്രീയുടെ ഓരോ സെക്ഷനും വരുന്ന അതിൻ്റെ ഇങ്ങനെ ചെറിയ ആ ഒരു കട്ടിങ് വരുന്ന പോലെയുള്ള ഭാഗങ്ങൾ നോക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ ആ ബോളിട്ടത്. പിന്നെ അതിൻ്റെ ട്രീയുടെ ഏറ്റവും മുകളിലുള്ള സെൻറ്ററിൽ ഞാൻ വിചാരിച്ചു ആദ്യം കുറച്ചും കൂടി വലിയൊരു റെഡ് ബോൾ തന്നെ ഇടാന്ന്. പിന്നെ ഞാനത് വിചാരിച്ചു അതങ്ങനെ ഇട്ട് നോക്കി. പക്ഷെ അതിനേക്കാളും ഭംഗിയായിട്ട് പിന്നീട് തോന്നിയത് വെറുതെ ഉള്ള ഇങ്ങനെ റെഡ് ബോ ഉണ്ടല്ലോ, ബോ വെച്ചിട്ട് അവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ ഈ എൻ്റെ മോള് ഫുൾ ടൈം എൻ്റെ കൂടെ ഒരു ഹെൽപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ട്രീയും പിന്നെ അതിനുള്ള ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോഴൊക്കെ ഓരോന്ന് കണ്ടിട്ട് അത് എന്നെ പിടിച്ച് ഓരോന്ന് എടുത്ത് തരാനും ഓരോന്ന് അങ്ങനെ എല്ലാം കൂടി എടുത്ത് പിടിച്ചിട്ട് എനിക്ക് ഓരോന്ന് എടുത്ത് തന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ വേറെ സാധനങ്ങളൊന്നും ആൾ എടുക്കണമൊന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ കണ്ടിട്ട് അത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ നമ്മുടെ ട്രീയിലൊക്കെ ഇടുന്ന ആ ഒരു ഗിഫ്റ്റ് ബോക്സുകളുടെ ഇത് കുട്ടി ട്രീ ആയതുകൊണ്ട് അതിൻ്റെ താഴെ നമ്മൾ ട്രീയുടെ അങ്ങനെ നമ്മൾ വെക്കാറുണ്ടല്ലോ ഇങ്ങനെ ഗിഫ്റ്റ് ബോക്സ്, അങ്ങനെയുള്ള അതിൻ്റെ ഇതുപോലെ ഞാനിങ്ങനത്തെ ബോക്സുകൾ വെച്ചു. പിന്നെ നമ്മുടെ കയ്യിലുള്ള നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു സാൻഡേനെയും അതിൻ്റെ കൂടെ തന്നെ വേറെയും ഒരു ഐറ്റം നമ്മുടെ വീട്ടിൽ മുന്നിലുള്ള തന്നെ അതൊക്കെ ആ ഒരു ഇതിൽ വെച്ചു. ഞാനിവിടെ ഇത് ചെയ്യുന്നത് ഏതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷൂ റാക്ക് ഉണ്ട്, അതിൻ്റെ മേലെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മെയിൻ ഡോർ കടന്നു വരുമ്പോൾ തന്നെയാണല്ലോ നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ടുണ്ടാവുക, അതിന് മേലെയാണ് ഇതൊക്കെ ചെയ്യണത്. പിന്നെ ഇങ്ങനെ ഒരു റെഡ് ഇത് ഇട്ടിട്ട് ഞാൻ വിചാരിച്ചു ആ ഒരു വൈറ്റ് ഫുള്ള് ഇങ്ങനെ പ്ലെയിനായി കിടക്കുന്നതിനേക്കാളും ഒരു റെഡ് ഇങ്ങനെ ഒരു സാധനം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു ക്രിസ്മസിൻ്റെ ഒരു ഇതിലേക്ക് വരുമല്ലോ എന്ന്. അപ്പോൾ എന്നെ ഫുള്ള് ഹെൽപ്പ് ചെയ്യാനായിട്ട് അന്നമ്മ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതായിരുന്നു ആ ഒരു ഞങ്ങളുടെ ഓവറോൾ ആ ഒരു ക്രിസ്മസ് ട്രീയുടെ ലുക്ക് എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ ഇന്നത്തെ ഈ കുട്ടി ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്ഫോർമേഷനും അതുപോലെ തന്നെ ഞങ്ങളുടെ കുട്ടി ക്രിസ്മസ് ട്രീയുടെ ഡെക്കറേഷൻ വീഡിയോ രണ്ടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. അന്നമ്മ ഇതെങ്ങനെയുണ്ട് കാണാൻ? സൂപ്പറായാ? ഇഷ്ടായാ?